നമ്മളെ പോയിട്ടൊരു വിഷമമുണ്ട്. കരയാതെ കരയാതെ. വൈഫ് പോയോ? വൈഫ് ഇട്ടിട്ട് പോയോ? 3 പിള്ളേരെ ഇട്ടിട്ട്? മൂന്ന് നില കയറുക ചേട്ടാ അല്ലേ? 3ാമത്തെ നിലയിലാണ് ചേട്ടൻ താമസിക്കുന്നത്. നിങ്ങൾ 3 മാസമായിട്ട് എന്നെ സ്കൂളിൽ പോവാത്ത? നമ്മളെ പോയിട്ടൊരു വിഷമമുണ്ട്. കരയാതെ കരയാതെ. വൈഫ് പോയോ? വൈഫ് ഇട്ടിട്ട് പോയോ? 3 പിള്ളേരെ ഇട്ടിട്ട്? മെമ്പറൊക്കെ കുറച്ച് മുമ്പ് വിളിച്ചതുള്ളൂ. മെമ്പർ കുറച്ച് മുമ്പ് വിളിച്ചു. എന്തിനാ? കേസ് കൊടുക്കാൻ പോകുന്നു. സ്കൂളിൽ വിടത്തില്ല. ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ. നിങ്ങൾ ഈ അവസ്ഥ ഓർക്കണം. ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിഷമം വരും. അതിലും കൂടെ വിഷമമായിരുന്നു എനിക്ക് ഈ കഥ കേട്ടപ്പം. ഈ ചേട്ടൻ്റെ ഭാര്യ ചേട്ടനെ ഇട്ടിട്ട്, വൈഫ് ചേട്ടനെയും കുട്ടികളെയും ഇട്ടിട്ട് ആടോടെയോ പോയി. വിഷമം കൊണ്ട്, നാണക്കേട് കൊണ്ട് ചേട്ടൻ വന്ന് ഇവിടെ താമസിക്കുകയാണ്. ഈ കുരുന്നുകളെ ഓർത്ത് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഈ കുട്ടികളെ കണ്ടിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ആരൊക്കെ ഇട്ടിട്ട് പോയാലോ, ആരൊക്കെ പോയാലോ അച്ചായനുണ്ടാവും ഇവർക്ക് ചെയ്യും. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളും നാളെ വളർന്നു വരുമ്പോൾ കുറേ പാവങ്ങളെ സഹായിക്കുക, അച്ചായൻ ചെയ്യുന്ന പോലെ കേട്ടോ. ഇങ്ങനെയൊക്കെ കുറേ പേരുണ്ടാവും, അവരെ സഹായിക്കണം. അതാണ് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഈ ചേട്ടൻ പണിയുന്ന കാശ് 1000 രൂപയ്ക്ക് പണിയുവാണെങ്കിൽ അതിൽ 800 രൂപയും വാടകയ്ക്ക് കൊടുക്കാനേ ഉള്ളൂ അല്ലേ? 800 രൂപയ്ക്ക് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഫുഡോ കാര്യങ്ങളോ ഒന്നും, ഡ്രസ്സോ ഒന്നും മേടിക്കാൻ ഈ ചേട്ടൻ്റെ ക്യാഷില്ല. വാഗമണിൽ ഒരു ലോഡ്ജ് ചേട്ടൻ ആരോരും അറിയാതെ കിടക്കുവാണ്. ആർക്കും അറിയത്തില്ല, കാരണം ആരെയും ചേട്ടൻ അറിയിച്ചില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. ഈ കുടുംബത്തെ ഈ ലോഡ്ജിൽ നിന്ന്, ഈ കുരുന്നുകളെ ഈ ലോഡ്ജിൽ നിന്ന് മാറ്റി ഒരു വീട്ടിലേക്ക് മാറ്റുമ്പോൾ. അപ്പം നാളെ തന്നെ വീട് മാറുക. അതിനുള്ള അഡ്വാൻസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ് വെച്ച് വീട്ടിലേക്ക് മാറുക. കുറച്ച് നാളത്തേക്കുള്ള വാടകയും അഡ്വാൻസും ഞാൻ തന്നിട്ടുണ്ട് വീട്. കൂടാതെ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവും കൂടെ തരുവാണ്. ഓക്കെ, ഇതും മേടിച്ച് ഈ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസം നാളെ തന്നെ കേട്ടോ. എൻ്റെ കുരുന്നുകൾ സ്കൂളിൽ പോകും കേട്ടോ. കൂടാതെ ചേട്ടനൊരു മൊബൈൽ ഇല്ല എന്ന് ഞാൻ കേട്ടു. വായ്പയായിട്ട് ഒരാളുടെ മൊബൈൽ മേടിച്ചു. ഒരിക്കലും വായ്പയായിട്ട് മൊബൈൽ മേടിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ ജനങ്ങൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അത് വാങ്ങാണ്ടല്ല, കേരളത്തിൻ്റെ എവിടെ പോയാലും ഇങ്ങനെയുള്ളവരെ തഴഞ്ഞിടാൻ ഞാൻ സമ്മതിക്കില്ല. അത് അച്ചായൻ്റെ വാക്കാണ്. അപ്പോൾ ഈ മൊബൈലും ഞാൻ തന്ന എന്തിനാണെന്നറിയാലോ? എന്താവശ്യത്തിനും എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. വളരെ നന്ദി. ഞാൻ ഒത്തിരി പേരെ വിളിച്ചു നോക്കിയായിരുന്നു, കുടുംബക്കാരെ തന്നെ വിളിച്ചു നോക്കി. ഓക്കെ, ആരും പൈസ തരാറുണ്ട്, എത്താതില്ല. ഒത്തിരി പേരെ വിളിച്ച് പിള്ളേരെ കൊണ്ടും വിളിപ്പിച്ചു. ഈ റൂമിലാണ് നിങ്ങൾ കണ്ടോണം, ഈ ഒരൊറ്റമുറി ലോഡ്ജിലാണ് ഈ മക്കളും ഈ ചേട്ടനും താമസിക്കുന്നത്. ചേച്ചി വൈഫ് ഇട്ടിട്ട് പോയി. എന്നിട്ട് ഈ 3 മക്കളെ കൊണ്ട് ചേട്ടൻ ഈ ഒരു ബാത്റൂമും ഉണ്ട് അല്ലേ, ഈ ഒറ്റ റൂമിൽ താമസിക്കുകയാണ്. 800 രൂപ റെൻറ്റ് കൊടുത്ത്. നിങ്ങൾ ഓർത്തോണം എന്തൊരവസ്ഥ അല്ലേ. ആര് കാണുന്നു? ഒരുപക്ഷെ ഞാനിവിടെ വന്നില്ലെങ്കിൽ ചേട്ടൻ മുമ്പേ പറഞ്ഞ പോലെ പലരോടും അപേക്ഷിച്ചു, കിട്ടിയില്ല അല്ലേ? കുടുംബക്കാരോട് അപേക്ഷിച്ചു, കിട്ടിയില്ല. ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഈ ജീവിതം ഇങ്ങനെ തന്നെ നിൽക്കും. ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. ഈ കുരുന്നുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് അനുവദിക്കാൻ പാടുണ്ടോ വിദ്യാഭ്യാസം ഇല്ലാതെ ഈ കുരുന്നുകളെ മുന്നോട്ട് പോകാൻ? മുമ്പേ പറഞ്ഞ പോലെ മെമ്പർ കേസ് കൊടുത്തെന്ന് ഇവർക്കെതിരെ. കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? കേസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഈ കുരുന്നുകൾക്ക് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ കേസ് കൊടുത്തോളൂ, എങ്കിൽ നല്ലത്. കാരണം ഈ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് പോകാൻ മേലത്ത്. ഇവരുടെ പേര് കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? കഷ്ടം. എല്ലാവർക്കും കേസ് കൊടുക്കാനും വിമർശിക്കാനും ഒക്കെ സമയമുണ്ട്. ഇവർക്കൊരു രൂപ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒന്നും വേണ്ട. ഒരു 10 രൂപ കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റുമോ? പറ്റില്ല. പറ്റണമെങ്കിൽ ഈ കുരുന്നുകളുടെ സങ്കടം മനസ്സറിഞ്ഞ് നമ്മൾ കാണണം. നമ്മൾ ഇവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. എന്നാലേ ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഡ്രസ്സ് നോക്കാം ഇവർക്ക് 3 പേർക്കും. ഇത് അടിപൊളി കേട്ടോ, സൂപ്പർ. മോനെ എത്രയല്ലേ പഠിക്കുന്നേ? ഇല്ല മോനോ മോളോ? 1-ലോ? നാളെ തന്നെ സ്കൂളിൽ പോകണം. ഇനി കുഞ്ഞാ കരയുന്ന കണ്ടു, ഇനി കരയാൻ പാടില്ല. നാളെ തന്നെ സ്കൂളിൽ പോകണം. നാളെ തന്നെ വീടും മാറി കാര്യങ്ങൾ ചെയ്യുക. എല്ലാ അച്ചായും ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, പോകട്ടെ. ടാറ്റാ. പോകട്ടെ. ഞാൻ വീട്ടിലേക്ക് കയറുക. എനിക്ക് വരണം ആഗ്രഹമുണ്ടായിരുന്നു. ദുബായിൽ ഒരു ബിസിനസ് അതുകൊണ്ടാണ് വരാൻ പറ്റാതെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുട്ടികളെ കൊണ്ട് ഇനിയും ഏതെങ്കിലും ലോഡ്ജിലോ കാര്യങ്ങളോ ഒന്നും കിടക്കണ്ട കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി കുട്ടികളെ സ്കൂളിൽ വിടാൻ അച്ചായം വരും അവിടെ. അടുത്ത ആഴ്ച വരെ ഈ കുട്ടികളെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടും. ആയിക്കോട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.